സുഹൃത്തുക്കളെ, ഇന്ന് ലോകം ആഘോഷിക്കുന്ന ആടുജീവിതം എന്ന നോവലിനെയും അതിൻ്റെ സിനിമയെയും ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നജീബ് എന്ന കഥാപാത്രത്തെയും നോവലെഴുതിയ ബെന്യാമിനെയും സംവിധായകൻ ബ്ലസ്സിയെയുമൊക്കെ അവിടെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ ആടുജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നജീബ് മസ്രയിൽ നിന്നും രക്ഷപ്പെട്ട്, മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ട് കാറിൽ കയറി ബത്തയിലെത്തിയപ്പോൾ ഏകദേശം മുഷിഞ്ഞ വേഷവും ധരിച്ച് ഭ്രാന്തനെ പോലെ നടന്നിരുന്ന നജീബിന് താങ്ങും തണലുമായി പിടിച്ചുകൊണ്ടുപോയി ഭക്ഷണം നൽകുകയും മറ്റുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കുഞ്ഞാക്ക എന്നറിയപ്പെടുന്ന ആൾ, വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്, ബന്ധുവാണ്, എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹവുമായി ചെറിയൊരു കൂടിക്കാഴ്ച ഇവിടെ നടക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. വളരെ യാദൃശ്ചികമായിട്ടാണ് പിന്നെ നിങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ അറിയുന്നത്. അതിനാലാണ് ഇത്തരമത്. അപ്പോൾ താങ്കളുടെ പങ്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും ആ സംഭവത്തിൻ്റെ ഓർമ്മകളെല്ലാം താങ്കളിൽ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. വളരെ കാലമായി ഗൾഫിൽ കഴിയുന്ന ആളാണല്ലോ. അപ്പോൾ അത് ജനങ്ങൾക്കറിയണമെന്നുണ്ട്. അതിനാൽ അതിൻ്റെ സംഭവത്തെക്കുറിച്ച് ഉള്ള ഒരു വിശദീകരണം നൽകുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അത് നജീബ് അങ്ങനെ മസ്രയിൽ നിന്ന് വന്നപ്പോൾ ഒരു മുസ്ലിംവേഷത്തിലാണ് വന്നത്. ഒരു ചെറിയൊരു മാനസികമായ അവസ്ഥയിലാണ് വന്നത്. കാരണം അതവിടുത്തെ പീഡനങ്ങളും റഫീലിൻ്റെ മക്കളുടെയൊക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ റൂമിൽ വിളിച്ചു കൊടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഭക്ഷണം കൊടുത്ത് മുടിയൊക്കെ വെട്ടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആൾ ശരിക്കും നല്ല നിലയിൽ എത്തിയത്. കാരണം ഒരു ചെറിയൊരു മാനസികമായൊരു ഇതുണ്ടായിരുന്നു. വിഷമത്തിൻ്റെ പീഡനത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നമ്മൾ പിന്നെ ഭക്ഷണം കൊടുത്ത് നമ്മളവിടെ താമസിച്ച് ഏകദേശം ഒരു 10-15-20 ദിവസത്തോളം നമ്മൾ താമസിച്ചു നമ്മളതിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൂപ്പര് ജയിലിൽ പിടുത്തം കൊടുത്ത് അങ്ങനെയാണ് കയറി പോകുന്നത്. പിന്നെ ഞാനും മൂപ്പര് കൂടെ ഒരു ബന്ധമില്ല. മൂപ്പര് അങ്ങനെ പോകുകയും ചെയ്ത് നമ്മളെ നമ്പറും കാര്യമൊന്നും മൂപ്പര് കയ്യിലില്ലാത്തതുകൊണ്ട് നമ്പറൊന്നും നമ്മൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ പിന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ നോവലൊക്കെ ആയി വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ആളുണ്ടായിരുന്നു, ആൾ പോയതും ഇതൊക്കെ അറിഞ്ഞത്. അത്രയാണ് എൻ്റെ കഥകൾ. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അറിയാൻ നിൽക്കാണ്. കാരണം കുറേ വർഷമായില്ലേ. അതെല്ലാം ശ്രദ്ധിച്ച് കണ്ട പിന്നെ അടുത്ത് കൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റുമെന്നുള്ളതുള്ളൂ. ഒറ്റനോട്ടത്തിൽ നമ്മൾ കണ്ടറിഞ്ഞോളന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഇരിക്കുന്ന കുഞ്ഞാക്കയും അന്നത്തെ കുഞ്ഞാക്കാക്കും ഏകദേശം ഒരേ രൂപമാണുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പക്ഷം നജീബ് താങ്കളെ തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നജീബിന് ചിലപ്പം തിരിച്ചറിയാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ഇതാണല്ലോ ഉള്ളത്. അവരിങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങനെ അത്രയാണ്ട് മനസ്സിൽ ഓർത്ത് കിട്ടുന്നില്ല അത്. കാരണം അത് കുറേ വർഷങ്ങളായി. അതിൻ്റെ പേരിൽ കണ്ടാൽ അടുത്ത് വന്ന് സംസാരിക്കല്ലെങ്കിൽ നേരിൽ ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിൽ അറിയാമെന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കണ്ടാൽ നമ്മൾ അറിയാൻ കഴിയും. ഇത് നിങ്ങൾ പറഞ്ഞ സത്യമാണ്. മുഖത്തിന് വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതിലൂടെ നജീബിനോട് താങ്കൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകുവാനുണ്ടോ? സന്ദേശം കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അത്രേ ഉള്ളൂ. നേരിൽ കാണാൻ എന്നുള്ളത്. വ്യത്യാസം എന്തായി അവൻ്റെ അവസ്ഥകൾ എന്താണ്, ജീവിതം എങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. അങ്ങോട്ട് വന്നതിൻ്റെ ശേഷമുള്ള. ശരി, താങ്കളെയും നജീബിനെയും കൂടിക്കാണുവാൻ ഈ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള പ്രത്യാശ, അതിനുള്ള വഴി ദൈവം ഒരുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കൾ അനുവദിച്ചു തന്ന ഈ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.